അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ആത്മാർത്ഥമായി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് ആളുകൾ അത് കേട്ടു. 10,000-കണക്കിന് ആളുകൾ അത് കേൾക്കാനിടയായി. അപ്പോൾ ചില ആളുകൾ കമൻറ്റിൽ വന്ന് പറയാൻ തുടങ്ങി, ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയുടെ അടയാളം കൂടി ഒന്ന് പറയണം. അപ്പോൾ ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയുടെ ചില ലക്ഷണങ്ങളാണ്. ഇതൊന്നും പുസ്തകത്തിൽ വായിച്ച് പറയുന്നതല്ല കേട്ടോ, എവിടെ നിന്നും കേട്ടിട്ട് കോപ്പി അടിച്ച് പറയുന്നതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തിലുള്ള പല ആളുകളുടെയൊക്കെ ഞാൻ വീക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ വളരെ ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവന് ഡ്രസ്സ് അലക്കി കൊടുക്കുന്നത്, ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ ആഹാരം കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എല്ലാം അവൻ്റെ ഉമ്മയായിരിക്കും. അവൻ വളർന്ന് വലുതായി ഏകദേശം അവൻ വിവാഹമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്, അപ്പോൾ വലുതാകുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ചൊക്കെ സ്വന്തമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ഉമ്മയുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഒരു മകനിക്ക് ഉണ്ടാകലുണ്ട്. അതിന് വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഇത് നേരെ അവിടെ അങ്ങോട്ട് മാറുകയാണ്. അത് ഉമ്മയിൽ നിന്ന് അവൻ്റെ ഭാര്യയിലേക്ക് ഇത് മാറും. അപ്പോൾ ആ ഭാര്യയാണ് പിന്നെ അവനക്ക് ആഹാരം പാചകം ചെയ്ത് കൊടുക്കൽ, വിളമ്പി കൊടുക്കൽ, അതുപോലെ ഡ്രസ്സ് അലക്കി കൊടുക്കൽ, ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കൽ, അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുന്നത് അവൻ്റെ ഭാര്യയാണ്. ഇതൊന്നും ചെയ്തു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക, ഡ്രസ്സ് അലക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. ഒരു ഭാര്യയെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ആത്മാർത്ഥ സ്നേഹമുള്ളൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഭയങ്കര സന്തോഷമാണ്. സ്വന്തം ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു നല്ല ആത്മാർത്ഥ സ്നേഹമുള്ളൊരു ഭാര്യ. കാരണം എന്താണ്? സ്വന്തം ഭർത്താവ് രാജാവായാലേ അവൾക്ക് രാജ്ഞിയായി ജീവിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഭർത്താവിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി ഒക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്ത് ഭർത്താവിന് നല്ല രീതിയിൽ ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഈ പിശുക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്, ഒരു നല്ല വാക്ക് പോലും പറയില്ല, പോരാത്തിന് കുറ്റവും കൂടി പറയും. അതിന് പകരം അവർ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് വളരെ നമ്മളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ നല്ല രീതിയിൽ അവരെ കൊണ്ട് മാക്സിമം ചിലപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നതിൻ്റെ അത്ര ചിലപ്പോൾ പറ്റണമെന്നുണ്ടാവില്ല. കാരണം അവരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് ചെറിയ കുട്ടികളല്ല, അതിന് അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഉമ്മയുടെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നാലും അവർ കൊണ്ടുവരുന്നത് അവരുടെ മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിലാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പാടില്ല. നല്ല അത് പറയാം, കുഴപ്പമില്ല, എന്ന് നന്നായിട്ടുണ്ട്, അതിൽ ലേശം ഇങ്ങനെ ഇതുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ, ഒരു ഉപ്പ് ലേശം കൂടെ കൂടിയിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം കൂടെ ഒന്ന് ലേശം കൂടി ഉപ്പൊന്ന് കൂട്ടിയിടണം എന്നൊക്കെ ഇപ്പോൾ നല്ലൊരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല. കുറ്റപ്പെടുത്താൻ പാടില്ല. കുറ്റപ്പെടുത്തുന്നത് അവർക്ക് വല്ലാത്ത വിഷമവും നിരാശയും ഒക്കെയാണ് ഉണ്ടാകല്. അപ്പോൾ അത് പറയാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമുക്ക് വേണ്ടിയിട്ട് ഈ ആത്മാർത്ഥ സ്നേഹമുള്ള ഭാര്യമാർക്ക് നമുക്കിതൊക്കെ ചെയ്തു തരുന്ന അവർക്കൊരു വലിയൊരു സന്തോഷമാണ്. അതല്ലേ, ഒരു പുരുഷൻ്റെ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? അവൻ്റെ ഭാര്യയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ഏറ്റവും വിജയത്തിന് അവൻ നല്ലൊരു കുട്ടിയായി വരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ കരസ്പർശമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ എല്ലാ മേഖലകളും അവൻ എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഭരണം നിയന്ത്രിക്കുന്ന മന്ത്രിമാരായിക്കോട്ടെ, മറ്റ് ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സ്വന്തം ഭാര്യയുടെ ആത്മാർത്ഥമായ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് അവർക്ക് അവരുടെ ജീവിത വിജയങ്ങൾക്കും അവരുടെ മനസ്സമാധാനത്തിനുമൊക്കെ വലിയ ഒരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും
നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഭർത്താക്കന്മാർക്ക് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്ര നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊണ്ടുവന്ന് ആഹാരം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ പിശുക്ക് കാണിക്കണ്ട. ഒരു നല്ല വാക്ക് അവരോട് പറയണം. അതുപോലെ അവർ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല വസ്ത്രം ഇട്ട് നമ്മൾ മുന്നിൽ വന്ന് വരുമ്പോൾ ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ നമ്മൾ അത് നോക്കി കറക്റ്റ് നമ്മൾ അതിനുള്ളൊരു ഇത് പറയണം. ആ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ അത് പറയാനുള്ളൊരു മടി നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും അവർക്ക് വേണ്ടുന്ന ഹിദ്മത്തുകൾ ചെയ്യുവാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ചെയ്തു കൊടുക്കുക. അതേസമയം ആത്മാർത്ഥ സ്നേഹമില്ലാത്തവരാണെങ്കിലോ എപ്പോഴും ഇങ്ങനെ പുലുമ്പിക്കൊണ്ടിട്ടുണ്ടാവും. ചെയ്തു കൊടുക്കും, പക്ഷേ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം വെറുതെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ ആ പണിയിലൂടെ ഈ പണി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും പറയാത്ത രീതിയിൽ വളരെ സന്തോഷം, അത് നമുക്ക് മനസ്സിലാവും അവർ എങ്ങനെയാണ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അവരുടെ മുഖത്തു നിന്നും അവരുടെ അംഗവിക്ഷേപണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവർ നമുക്ക് ആഗ്രഹത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത്, അതല്ലാതെ വെറുപ്പോടു കൂടിയാണ് കൊണ്ടുതരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉള്ള സമയത്ത് വേറൊരു കാര്യം മനസ്സിലാവും. എന്ന് പറയുമോ, ഇങ്ങനെ സംഭവിക്കുന്നത് ആ സൗന്ദര്യപ്പിണക്കം ഉള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ചെറിയ പിണക്കമൊക്കെ പിണങ്ങിയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നല്ല വിശപ്പിലായിരിക്കും വരുന്നത്. നല്ല വിശന്ന് വരുന്ന സമയത്ത് സാധാരണ ഒന്ന് ഭാര്യയുടെ പറയൽ പെട്ടെന്ന് ഭക്ഷണം വിളമ്പിത്താന്ന് പറയുന്നത്, പെട്ടെന്ന് എന്ത് വിശക്കുന്ന വല്ല ഉണ്ടെങ്കിൽ നോക്കുന്ന പറയും, എടുക്കുന്ന പറയും. അതേസമയം ആ സൗന്ദര്യപ്പിണക്കം ഉള്ളപ്പോൾ ഭാര്യയോട് പറയാൻ പോകില്ല, നേരെ ഉമ്മാനോട് പോയിട്ട് ഒരു ഉമ്മ വിശക്കുന്ന എന്തെങ്കിലും എടുക്കുന്നുണ്ട്. ഉമ്മ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും. ആ കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഈ ഭാര്യയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരുന്ന ഭാര്യയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളോട് ഏറ്റവും നല്ല ഇഷ്ടമുള്ളൊരു ഭാര്യയാണ്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യയാണ്. ആ ആത്മാർത്ഥ സ്നേഹമുള്ള ഭാര്യയ്ക്ക് അങ്ങനെ വിഷമം വരുള്ളൂ. അല്ലാത്തവരെന്ത് വിചാരിക്കും അറിയോ, ആ അമ്മ കൊടുക്കട്ടെ, നമ്മൾ അത്ര സമയം കൊണ്ട് എനിക്കിവിടെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിക്കും. അപ്പം ആത്മാർത്ഥ സ്നേഹമുള്ള ഭാര്യയുടെ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല, അത് ഭയങ്കര വിഷമമാണ്. അന്നത്തെ അത്താഴം മുടക്കും അവർ, മനസ്സിലായില്ലേ, അന്നത്തെ അത്താഴം അവർ മുടക്കും. അപ്പോൾ അത് പ്രശ്നങ്ങൾ കൂടും. പിന്നെ അത് പരിഹരിക്കാൻ നമ്മൾ വലുതായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ഭർത്താക്കന്മാർ ആത്മാർത്ഥമായ സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. കാരണം അവരെ ഒന്ന് ചൊടിപ്പിക്കുക എന്നുള്ളതാണ്, വീണ്ടും ഒന്ന് ചൊടിപ്പിക്കുക, എന്നിട്ട് പോയിട്ട് സോറിയൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലാതെ അവരെ ഒന്ന് ഇതാക്കും. ഇനി വേറെ അതിനേക്കാളും രസമുള്ള വേറെ ഒന്നുണ്ടല്ലോ, ഇത് നമ്മളിപ്പം ഉമ്മാണ്ട് ചോറിടാൻ പറഞ്ഞ് ഉമ്മ ചോറിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഭാര്യയോട് പറയുമ്പോൾ അവൾ പറയുന്നത് അറിയാം, ഉമ്മായി വിളിക്ക്, ഉമ്മാനോട് പറയും. എന്തേ നേരത്തെ ഉമ്മാനോട് ചോറിടാൻ പറഞ്ഞാൽ ചൊടി മാറിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഉമ്മാനെ വിളിക്ക്, ഉമ്മാനോട് പറയും എന്താ പറയുക. അപ്പോൾ നമുക്ക് ഇപ്പം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരെങ്കിലും ഡ്രസ്സ് അലക്കി തരാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടൊന്ന് അത് വെള്ളത്തിലൊന്ന് നനച്ച് വെക്കുക എന്ന് പറയാനൊക്കെ ഉമ്മയെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? ഈ ഉമ്മ ചോദിക്കൂലേ, ഇത്രയും കാലം നിന്നെ നോക്കിയിട്ട് ഇനി നീ കല്യാണം കഴിച്ചത് ഇനി ഞാൻ നിന്നെ നോക്കണോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല, ഉമ്മ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഭാര്യയോട് പറയുന്ന സമയത്ത് അവരുടെ മറുപടി എന്തായിരിക്കും, ഉമ്മാനെ വിളിക്കും, ഉമ്മാനോട് പറയും. ഇന്ന് വന്നപ്പോൾ ചോറിടാൻ പറഞ്ഞ് ഉമ്മാനോടല്ലേ, ഇനി ഇന്ന് പോലും അങ്ങോട്ട് ഉമ്മാനോട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞോളിന്ന് പറയും. ഇങ്ങനെ ആ ഒരു ഇത് പിന്നെ നമ്മൾ പറഞ്ഞ് അതിനെ മയപ്പെടുത്തി ഒരു നല്ല രൂപത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സുൽഹായി പോകലാണ് സാധാരണ പതിവ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാകുന്നത് ഈ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നത് സ്നേഹമുള്ളവർക്കാണ്. ഈ വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ അവർ ഇണങ്ങുകയും ചെയ്യും. അതുപോലെ പിണക്കം മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുപോകില്ല. അവർ മണിക്കൂറുകൾ കൊണ്ട് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും, ആ പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകിൽ ഭാര്യ വന്നിട്ട് സോൾവ് ആവും, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ട് പോയിട്ട് സോൾവ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാട്ടോ, അല്ലാതെ നമ്മളൊന്ന് പിണങ്ങിയാൽ ഭാര്യ തന്നെ വന്ന് നമ്മളടുത്ത് മിണ്ടണം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ച് മനസ്സിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും പോവാം, അവരിങ്ങോട്ടും വരും. അതൊരു വിഷയത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യം. നിങ്ങൾക്കൊക്കെ അത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പം എല്ലാവർക്കും അറിയുന്നവരാണ്. അപ്പോൾ അറിയുന്നവരൊക്കെ ഇത് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ഇങ്ങനെ ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. ചില ആളുകൾ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പിണങ്ങിയിട്ടേ ഇല്ല, നമ്മൾ
അങ്ങനെ വഴക്കടിച്ചിട്ടേ ഇല്ല, നമ്മൾ വഴക്കടിക്കാറേ ഇല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അഭിമാനമായിട്ടൊന്നും അത് പറയേണ്ടതാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്നില്ല. ജീവിക്കുന്നവർക്ക്, ആത്മാർത്ഥമായ സന്തോഷത്തോട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇണങ്ങാനും പിണങ്ങാനും കഴിയൂ. ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഭർത്താവ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഭർത്താവ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഭാര്യ അറിയുമ്പോൾ ഭാര്യയ്ക്കുണ്ടാകുന്ന സന്തോഷവും, അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷങ്ങളിലൊന്നാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനും കേൾക്കുവാനുമൊക്കെ തയ്യാറായി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.